വ്ളോഗ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് അല്ലേ? കുറെ നാളായി വ്ളോഗ് ഇട്ടിട്ട്. അപ്പൊ ഇതന്നെ ആവട്ടെ വ്ളോഗ്. സന്തോഷം. നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എത്ര ഹാപ്പി ആയിട്ട് ചാടി കളിച്ച് തുള്ളി കളിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു ഭാര്യ ഉണ്ടായത് എന്റെ ഭാഗ്യം. അയ്യോ, നിന്റെ പിള്ളേരെ പിരിയുന്നതിന് വിഷമം മാത്രമല്ല. നല്ല അടുത്ത് ശരിക്കുള്ള കഴുത്തായിട്ട് പിന്നെ കാണാൻ പറ്റില്ല പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ് ലോഞ്ചിൽ കയറുന്നത്. അയ്യോടാ, എമിറേറ്റ്സിന്റെ പണിക്കാരാണല്ലേ? ഞാനും അതെ, എമിറേറ്റ്സിന്റെ അല്ലാന്ന് മാത്രം. ഇനി കഴുത്ത് ഈ പരിവാൻ കുറച്ച് സമയം എടുക്കും. അവിടെ വല്ല ഒരു മാസമൊക്കെ റെസ്റ്റ് പറഞ്ഞാലോ? എവിടെ ഹോസ്പിറ്റലാ? നീ അനുവിന്റെ വീട്ടിൽ പോയി നിന്നോ, ഞാൻ കൊണ്ടുവരാൻ വരാം. നോക്കും പാവാനു നോക്കാൻ. ഞങ്ങള് പ്ലെയിനിൽ കയറാൻ പോകണം കേട്ടാ. കൈ കൊണ്ട് വയ്യാത്തരണം ചേട്ടനെ കൊണ്ട് തന്നെ ബാഗ് പിടിപ്പിച്ചു. കഴുത്തിനാണ് പ്രശ്നം, പക്ഷെ കൈയിനാണ് അസുഖമായിട്ട് എനിക്ക് സിംറ്റംസ് വന്നത്. അങ്ങനെ അപ്ഗ്രേഡ് കിട്ടി മക്കളെ, ഫസ്റ്റ് ക്ലാസ്സിലോട്ട്. എന്തായാലും ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് നല്ല സമയം തോന്നും. ഇതാണ് നമ്മുടെ പൈജാമ, ചേട്ടൻ്റെ പൈജാമ. പിന്നെന്തൊക്കെയാ, ചപ്പല് ബാഗിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനാണത്, ഇവിടെ ഇടാനല്ലേ അല്ലേ? ഓപ്പറേഷന് പോകുന്ന ആൾക്കാരുടെ ഒരു യോഗം നോക്കണേ. ഫസ്റ്റ് ക്ലാസ്സിൽ പോയി കോംപ്ലിമെന്ററി അപ്ഗ്രേഡ് ആണ്. കോംപ്ലിമെന്ററി അപ്ഗ്രേഡ് ആണ്, പൈസ കൊടുത്തിട്ടല്ല. ബിസിനസ് ക്ലാസ്സിൽ പൈസ കൊടുത്തു, ഫസ്റ്റ് ക്ലാസ്സിൽ അപ്ഗ്രേഡ് ചെയ്ത് തന്നു. അപ്പോൾ ഹാപ്പി ആയില്ലേ? നീ കിടന്നുറങ്ങാം. അടിച്ചു തുറന്ന് കളിക്കുന്നു. ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 3 മണിക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ ഇന്നലെ രാവിലെ 3:30 ആയപ്പോൾ ഹോട്ടലിലെത്തി. എന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഊബർ ബുക്ക് ചെയ്യണം ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് എത്തി. ഇതാണ് എൻ്റെ ബെഡ് മക്കളെ, അത് ചേട്ടൻ്റെ ബെഡ്. ഇവിടെ ഒരു സോഫ. എന്താണ് ചേട്ടാ മസിൽ പിടിച്ചിരിക്കണേ? ആകെ ഒരു ടെൻഷനുള്ള പോലെ. പിന്നെ അങ്ങനെ അമ്മമാരേക്ക് പോണേക്കാൾ മുമ്പ് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന എനിക്ക് ഇതാ സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. ഇത് വെജ് സാൻഡ്വിച്ച്, ചേട്ടൻ എഗ് സാൻഡ്വിച്ച്. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസും കൂടി കഴിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം സ്കാനിങ്ങിനൊക്കെ പോകാൻ. അപ്പോൾ സ്കാനിങ് ചെയ്തിട്ട് ചിലപ്പോൾ മിറാക്കിൾ സംഭവിച്ചാലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട? സർജറി ചെയ്യണ്ട. എന്ന് കഴിഞ്ഞിട്ടാ എന്തേ ചേട്ടന് അതാ അതാണ് ഇവിടെ ഇവര് വന്നതായതുകൊണ്ട് എന്തിനു സർജറി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് സീ. വെജ് ഞാൻ സ്റ്റീറോയിഡ് കഴിച്ചു തുടങ്ങിയില്ലേ, ഒരാഴ്ച കഴിച്ച്. എനിക്ക് ആദ്യമായിട്ട് ഫോട്ടോയിലൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഫോട്ടോ ഓർമ്മ വരുന്നുണ്ട്, പണ്ടത്തെ കാലം ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും നന്നായി വരട്ടെ, എല്ലാ ആശംസകളും നേരുന്നു. യൂണിഫോം ഒക്കെ നന്നായിട്ട് കണ്ട എൻ്റെ കെട്ടിയവന് എൻ്റെ കൂട്ടുകാരിയും കൂടി ഇരുന്ന് കഴിക്കണ കണ്ട മക്കളെ. ഞാൻ ഇവിടെ ഇരുന്ന് പാവം എൻ്റെ ഭക്ഷണം കഴിഞ്ഞു. രാവിലെ 5 മണിയോട് 5:30 6 മണിയോട് കൂടി എൻ്റെ ഫുഡ് കഴിഞ്ഞു. ഇഡ്ഡലി കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് 2 മണിക്കാണ് സർജറി. ഇനി ഭക്ഷണമൊന്നും ഇല്ലാന്നാ പറഞ്ഞത്. വെള്ളം പോലും ഇല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ അവരിങ്ങനെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലിക്വിഡ് ഫുഡായിരിക്കും. എൻ്റെ ശബ്ദവും മാറുമോ എനിക്കറിയില്ല, നോക്കാം. മാറില്ല, മാറാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ യോഗം ഉണ്ടെങ്കിൽ അല്ലേ? ജാൻ ജോഷി വീഡിയോ എഡിറ്റ് ചെയ്തിടണേ. എനിക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്തിടാനും പറ്റുമോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബ് ചാനൽ കാരണം എന്താ, നെക്ക് സർജറി ചെയ്യാൻ പോണു. സ്പൈൻ സർജറി ആണ്, പക്ഷെ എനിക്ക് വരുന്നത് നെക്കി കൂടെയാണ് സ്പൈൻ എടുക്കുന്നത്. നെക്കി കൂടെയാണ് അവര് ഹോൾ ഇടാൻ പോകുന്നത്. അപ്പൊ എനിക്ക് വരുമ്പോ എൻഡ് ഓഫ് ദ ഡേ എവിടെയൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാവുക.
എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ്. ഐ ഹാവ് ടു ഫേസ് ഇറ്റ്, ഫേസ് ചെയ്യും. പക്ഷെ ചെറിയ പേടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, മര്യാദക്ക് അധികം കുനിയാണ്ട്. ഇപ്പോൾ ഡോക്ടർ അങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും ഈ ഇങ്ങനെ ഇരുന്നിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മുടെ മൊബൈലും കാര്യങ്ങളും. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ അപ്പൂപ്പന്മാർ അമ്മൂമാർ വരെ അങ്ങനെയാണ് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. അപ്പോൾ അങ്ങൾ പറഞ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര നേരം ചെയ്യുന്ന അത്രയും ഇരട്ടി നേരം മുകളിലോട്ട് നോക്കുക, സൈഡിലോട്ട് നോക്കുക, അങ്ങനെ എക്സസൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. എൻ്റെ ഇത് ആർക്കും വരാതിരിക്കട്ടെ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, അവനവൻ്റെ കഴുത്തും സ്പൈനും ഒക്കെ. അപ്പോൾ പൊസിഷൻ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രശ്നം പറ്റിയത് ഇപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ സമയം കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം കുനിയുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൊബൈലും കമൻറ്റ് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ആരെയും തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി സർജറി കഴിഞ്ഞിട്ട് കാണാം. കല്യാണത്തിന് പോണ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്താശുപത്രി കൊടുത്തു. ഇരുട്ടല്ലേ ഇരുട്ടിന് കുറവന്നിട്ട് ഇരുട്ട് തന്നെ എടുക്കരുത്, വെളിച്ചെണ്ണ നീയല്ലേ വെളിച്ചം പിന്നെ. താങ്ക് യു. നിന്നേക്കാൾ അപ്പുറത്തെ ഇത് പ്രകാശം. രണ്ട് ഭാഗത്തേക്ക് മുടി പിന്നെ ഇടാൻ പറ്റും. ഓ കഴുത്ത് ക്ലിയർ ആക്കണല്ലോ അല്ലേ. അപ്പൊ ഇതിന് മുടി പഠിക്കണ്ടല്ലേ? ഞാൻ ആലോചിച്ച് മനസ്സിലായി. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് മാത്രല്ല, അപ്പൊ മുടിയായിട്ട് ബന്ധമില്ല. പോയിട്ട് വാ. വർഷം കഴിഞ്ഞു സുഖമായിരിക്കുന്നു. ഞാൻ റൂമിലോട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല, ശബ്ദമൊക്കെ ശരിയായിരിക്കുന്നുണ്ട്. ഇപ്പം മരുന്നൊക്കെ കയറ്റുന്ന നേരം വേദന അത്ര അറിയുന്നില്ല. അങ്ങനെ പ്രേയേഴ്സിനൊക്കെ താങ്ക്സ്. എൻ്റെ കുട്ടി പോവാണ് പോയിട്ട് വരും. നിങ്ങൾക്ക് നന്നായിട്ട് പോയി. നീ ഇപ്പോൾ ജൂലൈക്കാണ്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. അപ്പം അവിടെ തൃശ്ശൂർ ഇന്നലെ നേരത്തെ കരച്ചിലായിരുന്നു. ഇന്നലെ ഈ നേരത്ത് കരച്ചിലില്ല, ഞാൻ ഈ നേരത്ത് ബോധമില്ലാണ്ട് എടുക്കല്ലേ. ഞാൻ പറഞ്ഞില്ല, പീരീഡ്സ് ആണ് എന്റെ മാത്രമായിരുന്നു കരച്ചിൽ, അല്ലാണ്ട് എനിക്കിത് കരച്ചിലൊന്നും ഉണ്ടായിരുന്നു. സങ്കടമൊന്നുമില്ലായിരുന്നു. പോകുന്നതിന് എന്തായാലും സങ്കടം ഇല്ലാതിരിക്കില്ലല്ലോ. എന്താണ് അവൾക്ക് സങ്കടം, നമ്മളാരും കരയില്ലല്ലോ. നമുക്കായിരിക്കും ഒരു പ്രശ്നമില്ല. ഇവരെന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? കഴിഞ്ഞു പോയി പോനെ. നമ്മൾ അത്രയ്ക്കും വിഡ്ഢിയൊന്നുമല്ല ഞാൻ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോവാണ്. അത് എന്താണ് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ മക്കള്, കെട്ടിയവൻ, എല്ലാവരും ഉണ്ട്. അവർക്കാർക്കും വിഷമില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള വിഷമം. അത് ആദ്യം കൂടെ കടന്നു പോകുമ്പോഴാണ് അറിയുള്ളൂ അല്ലേ. കടന്നു പോകാതിരിക്കട്ടെ. അതെ, അങ്ങനെ പറയില്ല. അങ്ങനെയല്ല. അപ്പൊ നമ്മൾക്ക് പിന്നെ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കില്ലേ. ഇപ്പൊ ഇത്രയും ഇതെല്ലാം പെട്ടെന്നായിരുന്നു. ഇല്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നന്നായി വന്നു അല്ലെ. 5 ദിവസം നീങ്ങായിരുന്നെങ്കിൽ ഞാനും കടുപ്പിലായി പോയനായിരുന്നു. അപ്പൊ എല്ലാത്തിനും കറക്റ്റായ സമയത്ത് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദൈവം കൂടെ ഉണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥനയുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. കാരണം ചേട്ടൻ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ചിലപ്പോ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസം വരാം. ഞാൻ പറഞ്ഞു ചേട്ടാ അത് മാത്രം പറയരുത്, എനിക്ക് വേറെ എന്തും ഞാൻ സഹിക്കും, സൗണ്ട് മാത്രം മാറ്റും. അപ്പൊ ആളതൊക്കെ പ്രിക്കോഷൻ ആയിട്ട് പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. പക്ഷെ ദൈവം സഹിച്ചിട്ട് ഞാൻ ആദ്യം എനിക്ക് എന്താ പറയാ ഉണർന്നപ്പോ ചെക്ക് ചെയ്ത സൗണ്ടാണ്. അപ്പൊ പിന്നെ ആകെപ്പാടെ മൊത്തത്തിൽ വായിലും ട്യൂബായിരുന്നല്ലോ. എന്നാലും എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല. കരകരൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു തൊണ്ടയിലത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഞാൻ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും അസുഖമൊക്കെ മാറി, മൂവൊക്കെ ശരിയായിരുന്നു. തിരിക്ക് നീരൊക്കെ ഉണ്ട് ഇവിടെ, അതിന് മാത്രം വ്യത്യാസം. പിന്നെ പുള്ളിനോട് പറഞ്ഞത് ഫുൾ നീരായിരിക്കും, കഴുത്ത് തൊടാൻ പറ്റില്ല, കഴുത്ത് നീരായിരിക്കും. ഞാൻ ആദ്യമൊക്കെ തൊട്ട് നോക്കി, കഴുത്തിന് വലിയ നീളം, പിന്നെ നീളം വെക്കുന്നോണ്ട് ഇവരെല്ലാരും കൂടിയിട്ട് എന്നോട് പറഞ്ഞു കഴുത്ത് ചേട്ടൻ പറഞ്ഞു ഒട്ടും നീളം. അങ്ങനെയുള്ള ഒരു വ്യത്യാസം. എന്തുവാ ഗ്യാപ്പ്? 7 millimeter 6 millimeter അത്ര ആക്കിയിട്ടുണ്ടോ? 7 millimeter 8 ആക്കിണ്ടോ? അതായത് ഗ്യാപ്പ് കുറവായിരുന്നു, അത് ഗ്യാപ്പ് കൂട്ടി തന്നു. പുതിയ സാധനങ്ങൾ വെച്ച് നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എയർപോർട്ടിൽ കൂടെ പോകുമ്പോൾ ബീപ് 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 സൗണ്ട് അടിക്കുക. അപ്പൊ അതിന് വേണ്ടി നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. എന്താ വേണ്ട അല്ലേ, മെയിൻ ആയിട്ട് സംഭവം കളികളെ. അപ്പൊ ചക്കരല്ല നമ്മൾ പിന്നെ എപ്പോഴും
ഈ കോണ്ടാക്ട്. അത് തന്നെ. അതുകൊണ്ട് അങ്ങനെ അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഞാൻ വിളിക്കാം. ഓക്കെ. ഞങ്ങളുടെ മുഖൊക്കെ ഇത്ര ആർക്ക് എനിക്ക് എന്ത് ബൈസ്റ്റാൻഡർ ആയിട്ടാ എന്ത് സുഖം നോക്കിയ ബുക്ക് വായിച്ച് എന്തോ ഉറങ്ങിട്ട് എത്ര ദിവസങ്ങളായിട്ടെന്നാ ഈശ്വരാ. 24 മണിക്കൂർ പിന്നെ കൊള്ളം പറയുന്ന ഞാൻ തന്നെ എന്നിട്ട് മൂത്രമൊഴിക്കാൻ പോണോ എന്നെ പിന്നെ എന്നെ പൊക്കിട്ടാണല്ലോ കൊണ്ടുപോകണം. എന്നാ പൊക്കടാ വാ ഞാൻ കാണട്ടെ. എത്ര ഇങ്ങനെയൊക്കെ മനുഷ്യന്മാര് കള്ളം പറയും. എന്നാ വാ കാണിച്ചു അവര് കാണിച്ചിട്ട് എന്നെ എടുക്കണത് അത്രക്ക് ഇതുണ്ടെങ്കിൽ വാ കറക്കുണ്ടെന്ന് എപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഡോക്ടർ വരട്ടെ അവരെ മുന്നേ വെച്ചിട്ട് ഇപ്പൊ നടക്കാൻ പോണാരാ നമ്മള് 3 റൗണ്ട് ഇട്ടതാരാ നടക്കുന്നത്. ഈശ്വരോ എന്റെ ദൈവമേ. ശരി സമ്മതിച്ച് എന്നെ എടുത്തുണ്ടോന്ന് വിചാരിക്ക. പിന്നെ ബുക്ക് വായിക്കതേ ആ ബുക്ക് ഇങ്ങനെ ഇരുന്ന് വായിക്കവിടെ. ആഗ്രഹങ്ങളാണ് ഇതെല്ലാം. അതായത് പുള്ളിക്കാരൻ വിചാരിച്ച് ഇതൊക്കെ ചെയ്യണം എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു പണിയില്ല. ഈ ബുക്ക് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. സംഭവം അത്ര കഴിയാറായി. അതാ അത് ചെയ്യുന്നുണ്ട്. അതാ കേൾക്കുന്നുണ്ട്. വേറെ അനുഭവം നല്ലല്ലേ. അന്ന് അപ്പൻഡിസൈറ്റിസിന്റെ സർജറി കഴിഞ്ഞിട്ട് 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹോസ്പിറ്റൽ വാസം. അന്ന് നല്ല പണിയുണ്ടായിരുന്നു. അന്ന് എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല. അന്ന് കുഞ്ഞുണ്ടായിരുന്നു. നന്ദുമോ എത്ര ദിവസമായിരുന്നു? 10 ദിവസം 12 ദിവസമായ കൊച്ചിനെ എടുത്ത് നടക്കലും അതിനെ നോക്കലൊക്കെ നല്ല പണിയുണ്ടായിരുന്നു. സത്യമായിരുന്നു. ഇപ്രാവശ്യം നല്ല കുട്ടിയാണ്. പക്ഷെ പണ്ടത്തെ പണിയൊന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല. ഭക്ഷണമൊക്കെ തരുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും കൂട്ടായിട്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അതെ ജാൻ ചേട്ടനാണെങ്കിൽ ഇമോഷൻസ് ഇല്ല. ഞാനാണെങ്കിൽ ഇമോഷനുകളുടെ അങ്ങേറ്റാണ്. അപ്പൊ 2 ഓപ്പോസിറ്റുള്ള ആൾക്കാർ കൂടുമ്പോഴത്തെ ഇതാണ്. അനു പറയണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ജാനും അനു അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പൊ അനു വീണേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കണ്ടായിരുന്നു അത്ര. അപ്പൊ ജാന അപ്പുറത്ത് കൈയും കെട്ടി നിൽക്കായിരുന്നു. ജാനെ ഒന്ന് വിളിക്ക് വീണേനെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞപ്പോഴാണ് ആള് വന്നിട്ട് വീണേന്ന് വിളിച്ചത്. എന്നോട് പറയാ പിന്നെന്താ വിളിച്ചേ? പിന്നെ അങ്ങനെ ചോദിച്ചു. എന്തായാലും ഒരാൾ അങ്ങനെ സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ആശുപത്രി വാസം കഴിഞ്ഞു. ഇനി ഏത് വാസത്തിലേക്ക് പോണത്? ഹോട്ടൽ വാസത്തിൽ. 2 ദിവസം ഹോട്ടലിൽ താമസിച്ചിട്ട് പോകണല്ലോ. ഇവിടെ നിന്നിട്ട് എങ്ങനെയാണ് പെയിൻ മാനേജ്മെന്റ് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പോവും. തിരിച്ച് ദുബായ്. തൃശ്ശൂർ പോണേ ഇല്ല. നേരെ കിംസിൽ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, തിരിച്ച് ദുബായിൽ പോകണം. എന്താ ചെയ്യലേ. ജീവിതം തിരിച്ചു കിട്ടി, ജീവൻ തിരിച്ചു കിട്ടി. ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയി ചെയ്യണം. ഡോക്ടർ ഏട്ടനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്കറിയില്ല ഇപ്പൊ എന്താ സംഭവം. അപ്പൊ ഞങ്ങള് ടാറ്റ ബൈ ബൈ പറയുന്നു. ലഗേജൊക്കെ റെഡി. പെട്ടിക്ക് പോയി വാങ്ങിച്ചിട്ടൊന്ന് ചാഞ്ചട്ടെ. എൻ്റെ എക്സ്റേ വെക്കാൻ എൻ്റെ ഞങ്ങളെ ബാഗിൽ പറ്റില്ല. അതുകൊണ്ട് പെട്ടിക്ക് വാങ്ങിച്ചു. എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞു. അത്ര സിമ്പിളാണ് ഇപ്പോൾ സ്പൈൻ സർജറി. ഞാൻ കിടക്കാട്ടാ. എന്താ പറയാ, ഓപ്പറേഷൻ കഴിഞ്ഞത് ഹൈറ്റിൽ വെച്ച് ആഘോഷിക്കുന്നു. പിന്നല്ല, നമ്മള് സങ്കടപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം, നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. കഴുത്തിലൊരു പ്ലാസ്റ്റർ ഉണ്ട്. എന്താണ്? ദ്വാരം അതാണ് നമ്മുടെ ഓപ്പറേഷന്റെ ബാക്കി പത്രം. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഐ എം ഫൈൻ. സ്പൈൻ സർജറി കഴിഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ സൂപ്പറായി നടക്കണമെന്ന്. അതെ, 2 ദിവസത്തിൽ ഹോട്ടലിൽ അർമ്മത്തിക്കാന്ന്. അത്രേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ടെക്നോളജി. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസങ്ങൾ കിടക്കണം. താങ്ക്സ് ടു എന്താ പറയാ ടെക്നോളജി ആൻഡ് ഡോക്ടേഴ്സ്, എല്ലാവർക്കും താങ്ക്സ്. വേദനകളൊക്കെ ഉണ്ട്. അത് പെയിൻ കില്ലർ മുമ്പിലാണ് ഓടുന്നത്. പെയിൻ കില്ലർ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗ് ഒന്നും അടിക്കില്ല, അവിടെ കിടക്കും. എന്നാലും കുഴപ്പമില്ല.
ഹായത്തിനോട് ഇവിടെ പറഞ്ഞു എയർപോർട്ടിലോട്ട് പോവാണ്. 1 മണി ഞാൻ അവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്ത് അച്ഛനും കിടന്ന് ഉറങ്ങാൻ പറ്റിയെങ്കിൽ ഉറങ്ങാം. 4:30 ഫ്ലൈറ്റ്. അതിനുശേഷം വീട്ടിൽ പോയി കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം മക്കളെ. പിള്ളേരെ കാണണം, നല്ലൊരു സമാധാനമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു മൈ ഹോം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിച്ച് കിടന്നുറങ്ങട്ടെ. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനിത് പറഞ്ഞിട്ട് എത്ര നാളായെന്ന് അറിയാമോ? ഞാൻ ഫെബ്രുവരി 14-ാം തീയതി ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അതേസമയം ഇൻട്രൊഡക്ഷനിൽ വന്നിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ മക്കളെ ജീവിതത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള എന്താ പറയുക ഘട്ടം കൂടി കടന്നുപോയി. അതായത് ഒരു സർജറി കഴിഞ്ഞു. നിങ്ങളിപ്പോ ക്ലിപ്സ് കണ്ടപ്പോ മനസ്സിലായല്ലോ, വേറെ ഒന്നുമല്ല. എന്റെ കഴുത്തിലെ ബാക്കിലെ C5 C6ഉം C6 C7ഉം ആണ് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ റീസണും എങ്ങനെയാണ് സംഭവിച്ചതും, അതായത് ഞാൻ അനുഭവിച്ച കുറച്ച് വേദനകളും ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ ഈ സ്റ്റോറി ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ പോലെ ഇത് അറിയാതെ ഇങ്ങനെ സർജറി വരെ എത്താൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. കാരണം അത് എന്റെ ഒരു എന്താ പറയാ അറിവില്ലായ്മയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി വരെ എത്തിയത് നമ്മൾ ആദ്യം തന്നെ അറിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. അപ്പൊ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ കുറച്ച് നെഗ്ലിജൻസ് ഉണ്ടായിരുന്നു എന്റെ ഭാഗത്തുനിന്ന്. അത് തന്നെയാണ് റീസൺ, വേറെ ഒന്നുമല്ല. അപ്പോ സാധാരണ രീതിയിൽ എല്ലാ തണുപ്പ് കാലത്തും, അതായത് നവംബർ, ഡിസംബർ, ജനുവരി എന്നുള്ള സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം കൈവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ആർത്രൈറ്റിസിന്റെ വാദത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്നും കാണുന്നില്ല, നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. പക്ഷെ വാദത്തിന് എനിക്ക് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തണുപ്പ് കാലം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈവേദന ഉണ്ടാവും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കഴുത്ത് ഇങ്ങനെ കുനിയുമ്പോൾ ഈ ഭാഗത്ത് ഭയങ്കര വേദന, പ്രത്യേകിച്ചും തലനെയൊക്കെ മാറി ഇച്ചിരി വലിയ കട്ടിയുള്ള തലനെ വെച്ച് കഴിഞ്ഞാലൊക്കെ വേദന നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ്, സ്പോണ്ടിലൈറ്റിസ്. അപ്പൊ അതും ഇഷ്യൂ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നോർമലി എല്ലാ ഡിസംബറിലും ഞാൻ നാട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ വേദന വരുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. പുള്ളി വീട്ടിൽ വരും. അങ്ങനെ എനിക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കുഴപ്പമില്ലാണ്ടായി ഇത്രയും വർഷം മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ കഷ്ടകാലം, അല്ലാതെ എന്താ പറയാനാ, ഇപ്രാവശ്യം എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പോ ഈ ഡിസംബറിൽ ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്, ദുബായിൽ തന്നെയായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ കഴുത്ത് വേദന വന്നു. അപ്പൊ കഴുത്ത് വേദന വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാം. കഴുത്ത് വേദന വന്നപ്പോ നോർമലി ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി. അദ്ദേഹം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പോ എനിക്ക് പേടിയാവാൻ തുടങ്ങിയത് എന്താ വെച്ചാല് ഈ 3 വിരലുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്പായിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലോട്ട് എന്റെ 3 വിരലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് പേടിയായി. അപ്പൊ പുള്ളി പറഞ്ഞില്ല കുഴപ്പമില്ല, ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ 1 മാസം ഫിസിയോതെറാപ്പി ചെയ്തപ്പോ ആ നംനെസ് മാറി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, ശരിയാവും. പക്ഷെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വേദന ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ എന്ത് പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് കുക്ക് ചെയ്യുമ്പോ ഇളക്കാൻ പറ്റുന്നില്ല, എന്താ പറയാ കട്ട് ചെയ്യാൻ പറ്റില്ല, കത്തി പോലും പിടിക്കാൻ പറ്റാത്തൊരു പെയിൻ. അതുപോലെ പെയിൻ എന്ന് പറഞ്ഞാൽ അതുപോലെ പെയിൻ. പിന്നെ മാത്രമല്ല നമുക്ക് ടിംഗ്ലിംഗ് സെൻസേഷൻ വരാൻ തുടങ്ങി. അതായത് ഇപ്പൊ നമ്മള് താഴെ ഇരിക്കില്ലേ, താഴെ ചമ്രം പടഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറെ കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അതായത് നമുക്ക് പെരുപ്പ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം എനിക്ക് വരാൻ തുടങ്ങി ഈ വിരലുകളിലോട്ട്. അപ്പോഴും എനിക്ക് ടെൻഷനായി പോയി. ആ പുള്ളിയുടെ അടുത്ത് വീണ്ടും പോയി, ആ ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു ശരി നമുക്കൊരു MRI എക്സ്റേ എടുത്തപ്പോ ചെറിയൊരു പ്രോബ്ലം പോലെ തോന്നിയപ്പോ പറഞ്ഞു ശരി നമുക്ക് MRI ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ദുബായിൽ നിന്ന് ഞങ്ങള് MRI ചെയ്യാൻ പോയി. MRI ചെയ്ത് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമുള്ള പോലെ തോന്നിയിരുന്നു. അതായത് ആ ടിംഗ്ലിംഗ് സെൻസേഷന് കുറച്ചൊരു സമാധാനം പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഇനി ഇതേപോലെ റെസ്റ്റ് എടുത്താലും ശരിയാവും എന്ന് വിചാരിച്ചു. പുള്ളിയുടെ അടുത്ത് MRI റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പൊ ഡോക്ടർ പറയുന്നതല്ലേ, നമുക്ക് അതിനപ്പുറത്തോട്ട് നോക്കേണ്ടതില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചില്ല. ഇതുവരെ MRIന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചില്ല. നോർമലി എന്തൊരു ചെറിയ ബ്ലഡ് റിസൾട്ട് ഞാൻ വന്നു കഴിഞ്ഞാലും അതിനെ എന്താ പറയാ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ അനുവിന് അതിന്റെ റിപ്പോർട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരാള് നമ്മള് അതേ പറയാം വരാനിരിക്കുന്ന വഴി തന്നെയില്ലല്ലോ. ഞാനത് പക്ഷെ ഒട്ടും ശ്രദ്ധിച്ചില്ല. ഡോക്ടർ പറഞ്ഞല്ലോ ആ ഒരു വിശ്വാസത്തില് ആ MRI റിപ്പോർട്ട് അതേപോലെ തന്നെ ഡ്രോവർ എടുത്ത് വെച്ചു. മാത്രമല്ല CD ആണ് പിന്നെ തരിക. അപ്പൊ CD നമുക്കിട്ട് നോക്കാനുള്ള
മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എന്റെ ലാപ്ടോപ്പിലൊന്നും CD ഇടാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് ഞാനത് CD അവിടെ വെച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൈ തീരെ പറ്റുന്നില്ല. അപ്പൊ കുറെ പേര് എന്നെ കളിക്കും, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് കമ്മിറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ്. നമ്മളൊരാളോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ളൊരു നല്ല സ്വഭാവമാണ്, അതേസമയം പൊട്ട സ്വഭാവമാണ്. അപ്പൊ ഞാനൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് അറിയാം. അതായത് മീൽസ് പ്രിപ്പറേഷൻ, 7 ദിവസത്തെ ഒരു മീൽസിന്റെ കോംബോ ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 ചെയ്തപ്പോഴേക്കും എനിക്ക് നിവൃത്തിയില്ലാണ്ടായിരുന്നു, എനിക്ക് പറ്റുണ്ടായിരുന്നില്ല, കരച്ചിലൊക്കെ വരുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതല്ലേ, എങ്ങനെയോ കടിച്ചു പിടിച്ച് ഞാൻ 7 സീരീസും ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല, ചുമരുണ്ടെങ്കിലല്ലേ നമുക്ക് ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഞാൻ റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു. ഞാൻ 1.5 മാസത്തോളം ഒന്നും അധികം കാര്യമായ ജോലികളൊന്നും ചെയ്യാണ്ട് ജാൻചേട്ടനും പിള്ളേരൊക്കെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ടപ്പോ നമ്മുടെ എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം, ഞാൻ പറയാറുണ്ട് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോവുകയാണ്, അത് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് കുട്ടികളെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനോ ഇൻസ്റ്റാഗ്രാമോ ഫോൺ പിടിക്കാൻ പോലുള്ള ഇതുണ്ടായിരുന്നു, ആരോഗ്യം ഇല്ലാണ്ടായിപ്പോ എന്റെ കയ്യിന്. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാട്ടോ എനിക്ക്. ഈ കൈവേദന ഒഴിച്ച് ബാക്കി ദൈവം സഹായിച്ച അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് നാട്ടിലേക്ക് പോയത്. നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇതൊക്കെ ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് വലിയ ഗുണമൊന്നുമില്ല, അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോയി ആയുർവേദ ട്രീറ്റ്മെന്റും ചെയ്തു. അപ്പോഴും വലിയ മാറ്റമൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോഴേക്കും, പക്ഷെ 2 ആഴ്ച വെക്കേഷന് പോയത്, ഒരാഴ്ച ഞാൻ പനി പിടിച്ച് കിടന്നു നാട്ടിൽ പോയിട്ട്. പിന്നെയാണ് ഒരു 3-4 ദിവസമാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തത്. ബാക്കി പോരുന്നതിന്റെ 2 ദിവസം മുന്നാണ് അവിടെ ഞാൻ എപ്പോഴും കൺസൾട്ട് ചെയ്യുന്ന ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോയത്. അതായത് നമ്മുടെ അങ്കമാലി അടുത്തുള്ള അപ്പോളോ അല്ലേ, അപ്പോളോയിൽ ഞാൻ പോയി. അവിടുത്തെ ന്യൂറോളജിസ്റ്റ് ഞാൻ എപ്പോഴും കാണാറില്ല ഡോക്ടർ പാർത്ഥസാരഥിയുടെ അടുത്ത് പോയി. അപ്പൊ പക്ഷെ ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചെന്ന് വെച്ചാല്, ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ എന്റെ CD കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. MRIന്റെ CD വേണം ഡോക്ടേഴ്സിന്, അപ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാൻ അത് എടുത്തില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ റിപ്പോർട്ട് ഡോക്ടർ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇച്ചിരി സീരിയസ് ആണുള്ള ഇഷ്യൂ, നിങ്ങൾ എന്താ ഇത്ര കെയർ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പോഴും എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്നോട് CD വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു CD കൊണ്ടുവന്നിട്ടില്ല സാറേ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് MRI എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു MRI എടുക്കാൻ ഇപ്പൊ പറ്റില്ല, ഞാൻ മറ്റന്നാൾ പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യൂ, വീണ ദുബായിൽ പോയിട്ട് ഒരു നല്ല കുറച്ച് എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ഓർത്തോ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ അടുത്തിട്ട് സംസാരിച്ച് അങ്ങനെ അവർക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയി. അതായത് നമ്മുടെ കരാമയില്, ദുബായ് കരാമയിലുള്ള കരാമ സെന്ററിന്റെ മുകളില് ന്യൂ അപ്പോളോ ക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക് ഉണ്ട്. അവിടെ ഉള്ള ഡോക്ടർ അൻവർ ഓർത്തോ ഡോക്ടറാണ്. അപ്പൊ എൻ്റെ ഒരു CD ഉണ്ട്, ദുബായിൽ വന്നപ്പോൾ CD കിട്ടിയല്ലോ. അപ്പൊ CD എടുത്ത് ഞാൻ പോയി, റിപ്പോർട്ടും എക്സ്റേ ഒക്കെ കാര്യങ്ങളായിട്ട് പോയി. ആള് CD എടുത്ത് പ്ലേ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, ആളുടെ ഒരു എക്സ്പ്രഷൻ, ആൾ ഇത്തിരി ഏജ്ഡ് ആണ്, എന്താ പറയുക നല്ലൊരു ഡോക്ടറാട്ടോ. അപ്പൊ നമ്മുടെ അച്ഛനെയൊക്കെ പോലെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു മനുഷ്യനാ. ആ പുള്ളി എന്നെ ചീത്ത പറഞ്ഞു, ഉണ്ടല്ലോ അത്രയും സിവിയർ ആയിട്ട് ബാഡ് ആയിട്ടാണ് നിങ്ങളുടെ നെർവ് ഇരിക്കുന്നത്. ഇപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കഴുത്തിലെ നെർവ് ഉണ്ടല്ലോ അത് ആ ഡിസ്കിന്റെ ഉള്ളില് പെട്ടുപോയിരിക്കുകയായിരുന്നു. ഇപ്പൊ 4 മാസമായിട്ട് ഈ ഞരമ്പ് ഉള്ളിൽ പെട്ടിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാല് 1.5 മാസമാണ് മാക്സിമം ഈ ഞരമ്പ് അങ്ങനെ പെട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഫിസിയോതെറാപ്പി വഴിയും എക്സസൈസ് വഴി. പക്ഷെ ഇതിപ്പോ 4 മാസമായ സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് സർജറി മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് ഈ കൈവേദന അല്ലാണ്ട് ദിവസമായിട്ട് വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷെ മോളെ ഇത് സർജറി ചെയ്തേ പറ്റൂന്ന് പറഞ്ഞു. ഞാൻ എന്റെ കസിൻ അമ്മൂന്റെ കൂടെ ഞാൻ പോയിട്ടായിരുന്നേ, അമ്മൂനെ അറിയാം. ഇത് കേട്ടപ്പോ അതെനിക്കങ്ങ് തല കറങ്ങണോ എനിക്കറിയില്ല, പെട്ടെന്ന് ഞാനങ്ങ് ഡൗൺ ആയിപ്പോയി, ഞാൻ കരയാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കരയൊന്നും വേണ്ട, ഇതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോഴെന്റെ മനസ്സിൽ വിചാരിച്ചു ഇദ്ദേഹം കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലാതെ ഈ കൈയിന്റെ വേദനയായിട്ട് പോയ ഒരാളുടെ അടുത്ത് ഈ കഴുത്തിന്റെ ബാക്ക് സർജറി ചെയ്യാൻ പറയുമ്പോൾ എനിക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു അന്നൊരു നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ എന്റെ പാർത്ഥസാരഥി ഡോക്ടറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രാക്ഷൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇതുവരെ നിങ്ങൾ ട്രാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ വെയിറ്റ് ഇടുന്നതിനാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ നമുക്കൊരു കുട്ടിയുടെ ഒരു സമാധാനത്തിന് ഒരു 7 ദിവസം നമുക്ക് ട്രാക്ഷൻ ചെയ്ത് നോക്കാം, വെയിറ്റ് ഇട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മും ഡെയിലി അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ പോവും. 5 കിലോ 7 കിലോ അങ്ങനെ വെയിറ്റ് ഇട്ട് 20-25 മിനിറ്റ് ഒക്കെ വെയിറ്റ് ഇട്ട് കിടക്കാൻ തുടങ്ങി.
പക്ഷെ എനിക്ക് അങ്ങനെ വെയിറ്റ് ഇട്ടപ്പോ കൂടുതൽ പ്രശ്നമായി. എനിക്ക് ഈ നംനെസ് കൂടി, എന്താ പറയാ, ഈ തരിപ്പ് കൂടി, അങ്ങനെ മൊത്തം പ്രശ്നമായി. പിന്നെ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ ആയപ്പോഴേക്കും ഞാൻ ക്ലിനിക്കിലേക്ക് പോവാം, അമ്മൂനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് എനിക്ക് കാലിൽ ഇതേപോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ വരാൻ തുടങ്ങി, എൻ്റെ റൈറ്റ് കാലില്. എനിക്കപ്പോ എന്തോ മനസ്സിലായി, ഇത് ശരിയാവുന്ന ഒരു കാര്യമല്ല, എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് എന്തോ ദൈവം നമുക്ക് തോന്നിക്കുമെന്ന് പറയില്ലേ ചില സമയങ്ങളിൽ. അപ്പോ ഞാൻ അപ്പോഴാണ് എൻ്റെ ദൈവമേ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ പ്രിയപ്പെട്ട അനുല്ലേ, എൻ്റെ കൂട്ടുകാരി, അവളുടെ ബ്രദറ് ഈ സ്പൈൻ സർജൻ ആണ്, എന്താ പറയാ, അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കിംസ് ഹോസ്പിറ്റലിലത്തെ സ്പൈൻ സർജൻ ആണ്. ചേട്ടന്റെ കാര്യം എന്തോ ഞാനും അനുവും കംപ്ലീറ്റ്ലി അങ്ങ് മറന്നുപോയി എന്നുള്ളതാ. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ സാധാരണ എൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ്റെ റിപ്പോർട്ട് പോലെ ഞാൻ ചേട്ടനെ അയക്കാറുള്ളതാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണു മറക്കുന്ന പോലെ എന്തൊക്കെയോ സംഭവിച്ചു എൻ്റെ ലൈഫിൽ. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മ വന്നു, രഞ്ജിത്തേട്ടൻ ഉണ്ടല്ലോ, ഞാൻ അനുവിനെ വിളിച്ചു, അനു ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം, ഡോക്ടർ ഇങ്ങനെ സർജറി എന്നാ പറയുന്നത്, എനിക്ക് പേടിയായിട്ട് വയ്യ, നീ ഒരു കാര്യം ചെയ്യും, റിസൾട്ട്. അങ്ങനെ നമുക്ക് സ്കാനിന്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടന് ഞങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്തു. ചേട്ടൻ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ്, വീടിന്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറയുന്നു. എനിക്കത് കേട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല തിരിച്ചു വന്നിട്ട്. അപ്പൊ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ സർജറിക്ക് റെഡിയാ, സർജറി ചെയ്യാം. ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ വോയിസ് മെസ്സേജ് ഒക്കെ ഞാൻ ചേട്ടന് അയച്ചു കൊടുത്തു. അതായത് രഞ്ജിത്തേട്ടൻ പറഞ്ഞ വോയിസ് മെസ്സേജ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. അപ്പം ഞാനും പറഞ്ഞു, നീ റെഡി ആണെങ്കിൽ ഞാനും റെഡിയാണ്, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചേട്ടനെ വിളിച്ചു. അതായത് ഏപ്രിൽ 5-ാം തീയതി ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ഏപ്രിൽ 5-ാം തീയതി രാത്രി ഞങ്ങൾ 9:40 ഫ്ലൈറ്റിന് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോയി, ഞാനും ചേട്ടന് മാത്രം. പിള്ളേരെ ഇവിടെ നിർത്തി. അവിയൊക്കെ വലുതായില്ല, കുഴപ്പമൊന്നുമില്ല. അവനോടുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ പിള്ളേരെ ഇവിടെ നിർത്തിയിട്ട്, പിന്നെ നമുക്ക് നൈബേഴ്സും അമ്മൊക്കെ ഉള്ള കാരണം അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് സാറ്റർഡേ മോർണിംഗ് കിംസിലെത്തി. ചേട്ടൻ വീണ്ടും അവിടെ MRI വീണ്ടും റിപ്പീറ്റ് ചെയ്തു, സ്കാനും അതേപോലെ തന്നെ എക്സ്റേ ഒക്കെ റിപ്പീറ്റ് ചെയ്തപ്പോൾ അതില് ഈ നമ്മുടെ ദുബായിൽ എടുത്തതിനേക്കാളും വേഴ്സ്റ്റ് ആണ് അവിടുത്തെ അവസ്ഥ. ഇവിടെ C5 C6 മാത്രമേ പ്രോബ്ലം ഉണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോഴേക്കിനും C6ഉം C7ഉം പ്രോബ്ലം ആയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു 2 ഡിസ്ക് പ്രശ്നമാണ്. അപ്പൊ അത് വന്നിട്ട് എന്താ പറയാ, 2 ഡിസ്ക് പ്രശ്നമാണ്. അത് ബൾജ് ചെയ്തിരിക്കുകയാണ്. ബൾജ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ നെർവ് പെട്ടിരിക്കുന്നത്, പിഞ്ചായിരിക്കുന്നത്. ആ നെർവ് നമുക്ക് അതിൽ നിന്ന് എടുത്തേ പറ്റുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡ് അങ്ങ് തളർന്നു പോകും, വേറെ ഒന്നുമില്ല. അപ്പോ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ, അത് ഒരാഴ്ചക്ക് വൈകുമായിരുന്നെങ്കിൽ പോയി കിട്ടിയാനായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെ വീണ ചേച്ചി ഒന്നും ഇരിക്കില്ല, കിടന്നാനായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയോ പുണ്യം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോറി, കുറച്ച് ഇമോഷണലായി, സോറി. അപ്പോ അങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോ പിന്നെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. പുള്ളി പറഞ്ഞു സർജറി ചെയ്യാൻ നല്ലത്. അപ്പോൾ അദ്ദേഹം പക്ഷെ ഈ സർജറി ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളും അതേസമയം എന്തെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായോ, എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ അതേപോലെ എല്ലാ ഡോക്ടേഴ്സും പറയുമല്ലോ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ. അതുവരെ ഞാൻ കൂളായിട്ടാണ് ചേട്ടന്റെ റൂമിലോട്ട് കയറി ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോ അതായത് മെയിൻ ആയിട്ട് ആള് പറഞ്ഞത് ഇതേപോലെ നെർവിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ തളർന്നു പോകും. പിന്നെ വേറെ എന്നെ സ്ട്രൈക്ക് ചെയ്തത് മെയിൻ ആയിട്ട് തളർന്നതിനേക്കാൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ശബ്ദം ചിലപ്പോൾ നഷ്ടപ്പെടാം. അതല്ലെങ്കിൽ അതായത് ഇവിടെയാണ് നമ്മൾക്ക് കട്ട് ചെയ്യുന്നത്, ഇതിൽ കൂടെയാണ് ബാക്കിൽ അവരത് റെഡിയാക്കുന്നത്. ബാക്കിലേക്ക് സർജറി ഈ നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തിൽ കൂടെ ഇൻസിഷൻ വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് നീക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഇതിൽ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. എന്റെ ഇപ്പോഴത്തെ സൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അതെല്ലാം പോസിബിലിറ്റീസ് ആണ് പുള്ളി പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ ദൈവമേ, ഞാൻ എന്റെ സൗണ്ട് പോകുമോ, ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് അതായിരുന്നു. സൗണ്ട് പോകുമോ, സൗണ്ട് മാറുമോ, പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ചേട്ടനെ കളിയാക്കാൻ തുടങ്ങി, നീ ഇപ്പൊ എന്താ KS ചിത്രയാണോ, പാട്ടുകാരിയാണോ, അപ്പൊ സൗണ്ട് ഇപ്പൊ മാറിയാലും ഇപ്പൊ എന്താ, അല്ലെങ്കിൽ സൗണ്ട് ഇല്ലെങ്കിൽ ആൾക്കാർ ജീവിക്കില്ലേ, നമുക്ക് ഇതല്ലേ ആരോഗ്യമല്ലേ വലുതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരാൻ തുടങ്ങി. അതുവരെ ഞാൻ ഓക്കെ സർജറി ചെയ്തോ ശരിയാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്റെ അങ്ങോട്ട് മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങി. എനിക്കറിയില്ല അപ്പൊ ചെയ്യണോ ചെയ്യണ്ടേ, അവിടുന്ന് എസ്കേപ്പ് ചെയ്യണോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, പിന്നെ നമുക്ക് കിടക്കുന്ന എണീക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയോ അങ്ങനെ ദൈവത്തിനോട് വിളിച്ചു, ദൈവത്തിനോട് അപേക്ഷിച്ചു.
പക്ഷെ ആ നിമിഷം വരെ സർജറി ഫിക്സ് ചെയ്തപ്പോൾ സാറ്റർഡേ നമ്മൾ മോർണിംഗ് എത്തി ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്ത് ഉച്ചയ്ക്ക് സാറ്റർഡേ ഉച്ചയോട് കൂടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് സർജറി, അതായത് പിറ്റേ ദിവസം ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സർജറി ഫിക്സ് ചെയ്തു. ആ സർജറി ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛനോടും ജാൻ്റെ അച്ഛൻ്റെ അമ്മേനോടും പറയുന്നത്. കാരണം എല്ലാവരോടും പറഞ്ഞ് പേടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരോട് മാത്രം പറഞ്ഞോളൂ. പിന്നെ എൻ്റെ അനിയൻ്റെ അടുത്തും പ്രമോദിന്റെ അടുത്തും എൻ്റെ കസിൻ ബ്രദറിന്റെ അടുത്തും പറഞ്ഞു. പിന്നെ അനു പാവം ഓടി വന്നു, അവള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ദൈവം പരീക്ഷിക്കുന്നതാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മളെ ദൈവം അങ്ങനെ ഒരുപാട് പരീക്ഷിക്കുമ്പോഴും ദൈവം നമുക്ക് വേറൊരു സൈഡ് കാണിച്ചിരുന്നുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ഇപ്പൊ ജാൻ ചേട്ടനാണെങ്കിലും അനു ആണെങ്കിലും നമ്മുടെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആകുമ്പോൾ ജാൻ ചേട്ടൻ എന്നെ കളിയാക്കലും. ജാൻ ചേട്ടൻ പിന്നെ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എന്തെങ്കിലും ആണെങ്കിൽ അപ്പ ഗൂഗിളില് കുന്തം ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, ഇങ്ങനെ അപ്പൊ കൂടുതൽ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ സർജറി ചെയ്യുന്ന വീഡിയോ കണ്ടു എന്റെ ദൈവമേ ടെൻഷൻ അടിച്ചു പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു അറിവില്ലായ്മയാണ് ഏറ്റവും ബെസ്റ്റ്, അറിവില്ലാതിരിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ടെൻഷൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ വരെ കൗണ്ടർ അടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ചേട്ടൻ അത്ര സ്ട്രോങ് അതിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതേപോലെ അനു രണ്ടുപേരും കൂടെ കട്ട സപ്പോർട്ട് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരത് കളിയും തമാശയൊക്കെ പറയുമ്പോൾ എനിക്ക് നെഞ്ചിൽ ഇങ്ങനെ കല്ല് കയറ്റി വെച്ച പോലെ ഒരു അവസ്ഥയാ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ചുമ വരാൻ തുടങ്ങി. ചുമ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ചുമ വരാൻ തുടങ്ങിയപ്പോ മറ്റേ അനസ്തേഷ്യസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചുമ കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി ഇന്ന് ചെയ്യാൻ പറ്റില്ല, 2 ദിവസം കഴിഞ്ഞ് മാറ്റി വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു നല്ലതാണോ, ഇനി ദൈവം നമ്മളെ ഒരു പോസിറ്റീവായിട്ട് തരുന്നതാണോ എന്നൊക്കെ അങ്ങനെ പോലെ ഞാൻ വിചാരിച്ചു. അതേപോലെ തന്നെ ഞാൻ ഇതിന് തിരുവനന്തപുരത്ത് പോകുന്നേക്കാളും മുമ്പായിട്ട് എൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ എൻ്റെ നാട്ടിലെ സനൂപ് എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. പുള്ളി നമ്മുടെ ഒരു ബ്രദറിനെ പോലെയാ. പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു, മാഡം ഇത് കണ്ടു കഴിഞ്ഞ ഒരു എന്താ പറയാ ആക്സിഡന്റ് കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ നെക്ക് പോലെ ഉണ്ട്, മാഡത്തിന്റെ ആവാൻ ചാൻസ് ഇല്ല, എന്താ തെറ്റ് പറ്റിയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എവിടെയോ ഒരു ഹോപ്പ്. കാരണം ചിലപ്പോ ഇനി കിംസിൽ വന്നിട്ട് ഞാൻ വീണ്ടും MRI ചെയ്യുമ്പോൾ അവര് പറയും ഒരു കുഴപ്പമില്ല, അതേതോ വേറെ മാറിപ്പോയതാണ്. അങ്ങനെയൊക്കെ ഞാൻ എന്താ പറയാ ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ലേ. അവിടെ ചെന്നപ്പോ അതിനേക്കാളും വേസ്റ്റ് ആയിരുന്നു. അപ്പൊ എങ്ങനെയോ ഒക്കെ നമുക്ക് ആ സർജറി ചെയ്യാൻ പോകുന്ന ആ സമയം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഉള്ളിൽ പോയി. പക്ഷെ എനിക്ക് ഉള്ളിൽ ചെന്നപ്പോഴും ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുന്ന പോലെയോ എനിക്ക് ടെൻഷൻ അടിച്ചു രക്ഷയില്ല. അപ്പൊ ഞാൻ അവിടുത്തെ സിസ്റ്റർ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ എനിക്കൊരു മെഡിസിൻ തന്നു, റിലാക്സ് ചെയ്യാൻ പറ്റുള്ള ഒരു മെഡിസിൻ തന്നു. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ അവരൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് അവരെന്നെ കിടത്തി ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് തിയേറ്ററിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയപ്പോഴൊക്കെയാ എൻ്റെ സിസേറിയൻ ആയിരുന്നു ഡെലിവറി രണ്ടും. അങ്ങനെ സിസേറിയനും പിന്നെ അത് കഴിഞ്ഞ് സിസേറിയന്റെ കൂട്ടത്തിൽ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് അപ്പൻഡിസൈറ്റിസിന്റെ സർജറി ഉണ്ടായിരുന്നു. അത് കോംപ്ലിക്കേഷൻ ആണ്, പിന്നെ ഞാൻ കഥ പറയാം. അപ്പൊ അങ്ങനെ 3 സർജറിയാണ് എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 13 വർഷം മുമ്പത്തെ കാര്യമാണല്ലോ. നന്ദുവിന് 13 വയസ്സായി. അത് കുറെ മറന്നുപോയിണ്ടായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ആ തിയേറ്റർ പോലെയല്ല ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസ്തരിച്ച് ഇങ്ങനെ കിടക്കുന്നു. എനിക്കറിയത്തില്ല ദൈവമേ ഞാൻ മരിക്കാൻ പോവാണോ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പേടി, ഇത്ര നാളില്ലാത്തൊരു പേടിയായിരുന്നു. അപ്പൊ അനു എന്നെ കളിയാക്കായിരുന്നു, അവളിനിപ്പോ വരും എന്താ പറയാ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് മറ്റേ എന്താ പറയാ ടണലിൽ കൂടെ പോയി വെളിച്ചം കണ്ട് ഏഞ്ചൽസിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ മാക്സിമം റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം ഞാൻ ഏഞ്ചൽസിനെ കണ്ടിട്ട് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. ജനറൽ അനസ്തേഷ്യ ആയിരുന്നു. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ അവരെ കൊണ്ട് കിടത്തി, ഒരു ചെറിയ കുഞ്ഞു ടേബിളിലോട്ട് കിടത്തി. കുഞ്ഞു ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കിടക്കാൻ പറ്റുന്ന അത്രയും ചെറിയ ടേബിളാണ് നമ്മൾ കിടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു അനങ്ങണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്ന് അനസ്തേഷ്യസ്റ്റ് വരുമ്പോഴും പിന്നെ മോളിക്ക് നോക്കുന്നു. പിന്നെ ഞാൻ പോയി, എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ബോധം വരുന്ന ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ. 6 മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു. അത്യാവശ്യം വലിയ സർജറി ആയിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ കണ്ണോർക്കുമ്പോ എന്റെ മുന്നിൽ ജാൻ ചേട്ടനുണ്ട്, അനുണ്ട്, ഡോക്ടർ ചേട്ടനുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനെ കുഴപ്പമില്ലാട്ടാ, ഒരു കുഴപ്പമില്ലാട്ടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ നാക്കാണ്. ശബ്ദം ഉണ്ടോന്നാണ് എനിക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ശബ്ദമുണ്ട്, പക്ഷെ ശബ്ദം കരകര ശബ്ദം. ദൈവം എന്റെ ശബ്ദം മാറിയ വട്ടാണ് എനിക്ക്. പക്ഷെ ഞാൻ പറയില്ലേ, നമ്മള് മനുഷ്യന്റെ ഒരു അവസ്ഥയാ. അപ്പൊ ചേട്ടൻ മൂക്കിന്നൊക്കെ എന്തൊക്കെയോ ഇട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി മൂക്കിലും വായിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. കഴുത്തിന്റെ ബാക്ക്, 2 ഷോൾഡർ, മൂക്ക്, തൊണ്ട ഇവിടെയല്ലേ
ഒരു രക്ഷയില്ലാത്ത പെയിൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേദന എടുത്തിട്ട് വായിച്ചിട്ട് എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പെയിൻ കില്ലർ തരാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കിടന്നോ, ICUയിൽ കിടന്നോ, നമുക്ക് നാളെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിൻ കില്ലർ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കുറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർ ബെഡ് പാനൊക്കെ തന്നു. അപ്പം ഞാൻ സിസ്റ്റർ എന്ന് വിളിക്കാൻ ശ്രമിച്ചേ. അപ്പം വലിയ കുഴപ്പമില്ല ശബ്ദം, വലിയ മാറ്റം തോന്നുന്നില്ലേ, എവിടേക്കോ ഒരു ചെറിയ മാറ്റമുള്ളൂ, അങ്ങനെയൊക്കെ തോന്നി സമാധാനിച്ചോ. അപ്പം തന്നെ ഞാൻ എന്താ പറയുക, ഈ ലോകത്തിലുള്ള എല്ലാ അമ്പലങ്ങളിലേക്ക് നേർച്ച നേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ 2 മാസം തികയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അവരുടെ ദൈവങ്ങളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് മക്കളെ ഞാൻ രക്ഷപ്പെട്ടത്. അവരും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും. അങ്ങനെ സർജറി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഈ പറഞ്ഞ പോലെ 2 ഡിസ്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. മറ്റേ ഡിസ്കുകളും ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട്, സൂക്ഷിക്കണം, ഇനി തൊട്ട് പോസ്ചർ ശ്രദ്ധിക്കണം, കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം റെസ്റ്റ്, 3 മാസം എടുക്കും, മൊത്തം 3 മാസം എടുക്കും എന്ന് പറഞ്ഞു. ഈ റിക്കവറി, നമ്മുടെ മൊത്തം ഈ സർജറിയുടെ റിക്കവറി 3 മാസമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 1 മാസം ഒന്ന് ശ്രദ്ധിക്കുക കൂടുതലായിട്ടും. പിന്നെ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഡെയിലി പോയി ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്ത കാരണം വീട്ടിലോട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം പുള്ളി എക്സസൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് 2 ഡിസ്ക് ബൾജായിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് അതിലോട്ട് ഒരു പ്ലാസ്റ്റിക് അല്ല എന്തൊരു മെറ്റീരിയൽ എനിക്ക് ഓർമ്മയില്ല, അറിയില്ല, ചേട്ടൻ അറിയുള്ളൂ. ആ മെറ്റീരിയൽ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു, ഗ്യാപ്പ് കൂട്ടിയിട്ട് സ്ക്രൂ ഒക്കെ ഇട്ടിട്ട് ഉണ്ട്. ഇപ്പോൾ സ്ക്രൂ ഒക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ കൈയും കാലും എന്താ പറയുക ആക്സിഡന്റ് ആകുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ സ്ക്രൂ ഒക്കെ ആയിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ എനിക്കും കഴുത്തിന്റെ ബാക്കിലാതെ മാത്രം കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയും കുറച്ചും കൂടെ VIP ആയി ഞാൻ, കാരണം എയർപോർട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ബീപ്പ് സൗണ്ട് വരും. അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തോ വലിയൊരു കഷ്ടകാലം ഒഴിഞ്ഞു പോയി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. മേ ബി ഇതിനേക്കാളും വേഴ്സ്റ്റ് ഒരു സിറ്റുവേഷൻ വരുമായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് കുറവില്ലെങ്കിൽ വീണ്ടും വേറൊരു ഡോക്ടറെ പോയി കാണുക. എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു 90% ഡോക്ടേഴ്സ് നല്ലതായിരിക്കും, പക്ഷെ 10% ഡോക്ടേഴ്സ് അത്ര നന്നായിരിക്കില്ല. നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഡോക്ടറുടെ ഒരു അറിവില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വേഴ്സ്റ്റ് രീതിയിലോട്ട് എനിക്ക് വരാൻ കാരണം. അല്ല ഇനിയിപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെയും തെറ്റുണ്ട്, ഞാനൊട്ടും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഭാഗത്ത് വന്ന തെറ്റ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ ഇനി മേലെ ദുബായിൽ ഞാൻ മലയാളി ഡോക്ടറെ മാത്രമേ കാണൂ, മറ്റു ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല. എന്തോ പിന്നെ എത്ര ഇംഗ്ലീഷ് പറഞ്ഞാലും എത്ര ഹിന്ദി പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷയിൽ പറഞ്ഞ് നമ്മളെ വേദനകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക, അതായത് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലെ ആ ഡോക്ടർക്കാണെങ്കിലും കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ സമയമെടുത്ത് നമ്മളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കും. അല്ലാണ്ട് പോയി 2 മിനിറ്റ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകരുത് പ്ലീസ്. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും മിനിമം നമുക്ക് ഒന്ന് സംസാരിച്ച് അദ്ദേഹം മനസ്സിലാക്കി അത് തിരിച്ചു പറയുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് പകുതി അസുഖം അവിടെ തന്നെ മാറിക്കിട്ടും. അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയാ, ഇതിനേക്കാളും വലിയ ലൈഫിൽ ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻ ഫേസ് ചെയ്തു വന്ന ആളാണ് ഞാൻ. എന്നാൽ പോലും ഇങ്ങനെ ഹെൽത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ശരിക്കും തളർന്നു പോയി. മറ്റേത് ഞാൻ കുറച്ചും കൂടെ ഇത്രയും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ ഹെൽത്ത് ആയപ്പോ എനിക്ക് അങ്ങ് പേടിയായി പോയി. മറ്റേത് നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആരോഗ്യം പോകുന്നു എന്നൊക്കെ കേട്ടപ്പോ ശരിക്കും ഞാൻ തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഒരു 4 മാസം എനിക്ക് സത്യമായ ഡിപ്രഷൻ വരുമെന്ന് പോലെ ഞാൻ പേടിച്ചു. എന്റെ പല ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും നീ എല്ലാവർക്കും മോട്ടിവേഷൻ തന്നിട്ട് നിനക്ക് ഡിപ്രഷനോ? ഞാൻ പറഞ്ഞു നമ്മുടെ കൈ അനക്കാൻ പറ്റില്ല, കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത്ര വലിയ പ്രശ്നമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വേറെ എനിക്ക് ലോകത്തിൽ വേറെ വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കാനൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്കങ്ങ് ശരിക്കും ഞാൻ തകർന്നു പോയി. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, തിരിച്ചു വന്നു. നന്ദി. പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പേരെടുത്ത് നമ്മളിത് പറഞ്ഞ സർജറിക്ക് മുമ്പ് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഇത് വരും, അതായത് അഭിപ്രായങ്ങൾ വരും. അത് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ ചെയ്യും, അവിടെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണ്ട, നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അതുകൊണ്ട് മാത്രമല്ല അവരെ പേടിപ്പിക്കേണ്ട എന്ന് കൂടെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് പേര് മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു സർജറി. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ഉച്ചയായപ്പോൾ ഞങ്ങൾ എന്നെ റൂമിലോട്ട് മാറ്റി പിന്നെ പെയിൻ കില്ലർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ചുമ വരാൻ തുടങ്ങി വീണ്ടും. അപ്പൊ ചുമ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ അനസ്തേഷ്യസ്റ്റ് വന്ന് അപ്പൊ അവര് എനിക്ക് പിന്നെ നെബുലൈസേഷൻ ചെയ്തു. അതുപോലെ തന്നെ എന്തോ മെഡിസിൻ ഒക്കെ തന്ന് സപ്രസ് ചെയ്ത് ചുമ, കാരണം സർജറി സമയത്ത് ചുമയ്ക്കാൻ പാടില്ല.
അപ്പോൾ അതൊക്കെ സപ്രസ് ചെയ്ത് അത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് മാറിയപ്പോൾ വീടിനേക്ക് ചുമക്കാൻ തുടങ്ങി. അങ്ങനെ നെബുലൈസേഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരുന്നു കുറച്ച് ദിവസം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്തു. ചേട്ടൻ 3ാം ദിവസം പൊക്കോളം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, നമ്മൾ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അനു ഓപ്പറേഷൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം അനു പോയി. അനു പിന്നെ ഞാനും ചേട്ടൻ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഹോട്ടലിലോട്ട് പോയത്. കാരണം എങ്ങനെയാണ് പെയിൻ കില്ലർ നിർത്തി, അതായത് ഇപ്പൊ അതുവരെ നമുക്ക് IV ആയിട്ടാണ് പെയിൻ കില്ലർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ IV മാറ്റിയിട്ട് പെയിൻ കില്ലർ മെഡിസിൻസ് ഗുളികയായിട്ട് തന്നപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഹോട്ടലിലോട്ട് പോയി 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു ദുബായിലോട്ട് വന്നേ. അങ്ങനെ ഞങ്ങള് എന്താണ് വന്നത്, വിഷുവിന്റെ തലേദിവസം ഏപ്രിൽ 13-ാം തീയതി തിരിച്ച് ദുബായിലെത്തി. വിഷു കൊളായി. ഞാൻ ആദ്യം എൻ്റെ അമ്മ മരിച്ച ആ ഒരു വർഷം മാത്രമേ ഞാൻ വിഷു സദ്യ ഉണ്ടാക്കാതിരുന്നിട്ടുള്ളൂ. അത് അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കും, വീഡിയോന്റെ കുഴപ്പമില്ല, പക്ഷെ സദ്യ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിക്ക് ഭയങ്കര സങ്കടം. എന്നിട്ട് നമ്മള് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി. അപ്പൊ അതുവരെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തൊണ്ടേന്ന് ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ഗ്രാജുവലി അത് ശരിയായി. അങ്ങനെ വിഷുവിന്റെ കഴിഞ്ഞു. വിഷുവിന്റെ പിറ്റേ ദിവസമാണ് ഇവിടെ ഭയങ്കരമായിട്ട് മഴയും പ്രശ്നങ്ങളും ഫ്ലഡും വന്ന് ഇവിടെ കറണ്ട് പോയി. നമ്മുടെ വീട്ടിൽ കറണ്ടും ഇല്ല, വെള്ളമില്ല, ലിഫ്റ്റ് ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അപ്പുറത്തോ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, പ്രീമിയർ, അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ 4 ദിവസം അവിടെയായിരുന്നു. അവിടെ പോയപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ പില്ലോ ചേട്ടൻ പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് വന്നത്, പക്ഷെ കിടക്കൊക്കെ ഭയങ്കര സോഫ്റ്റ് കിടക്കല്ലേ. അപ്പൊ എനിക്ക് കഴുത്തുവേദന കൂടി മൊത്തം പ്രശ്നങ്ങളായിരുന്നു. ദൈവം സഹിച്ചിട്ട് മിനിയാന്ന് തൊട്ടിട്ടാണ് ഇപ്പൊ ഈ രീതിയിലെങ്കിലും ആയത്. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം, കാരണം അധികം രോഗി ലുക്കിൽ വരാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചൊരു മെനയായിട്ട് വരാന്ന് വെച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പൊ അതേപോലെ ഇങ്ങനെ ഇരിക്കാനും എനിക്ക് പറ്റിയിരുന്നില്ല. എത്ര ദിവസം സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പാട് മാറുന്നു പറഞ്ഞു. പാട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചേട്ടൻ പറഞ്ഞ അത് ബ്യൂട്ടി സ്പോട്ടായിട്ട് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അത് മാറിക്കോളും, 2-3 മാസം കഴിഞ്ഞാൽ മാക്സിമം 6 മാസത്തിനുള്ളിൽ സ്കാറൊക്കെ പോകുമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ രഞ്ജിത്ത് ചേട്ടന് ഒരുപാട് നന്ദി. രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ എന്നാണ് ചേട്ടന്റെ പേര്, കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. അപ്പൊ ചേട്ടനോട് പറയായിരുന്നു, ഇപ്പൊ എന്താ യൂട്യൂബേഴ്സ് മുഴുവൻ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്, എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് നമ്മുടെ സ്റ്റോറി കഴിഞ്ഞ ദിവസം അയച്ച് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഉണ്ടായതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പോസ്ചറിന്റെ പ്രശ്നം. അതായത് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഈ സംഭവം മൊബൈലിൽ ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവം ഉണ്ട് നമ്മളെല്ലാവർക്കും. അതേപോലെ തന്നെ ഇപ്പൊ 8 വർഷത്തെ യൂട്യൂബിന്റെ ഒരു സമ്മാനമായിട്ട് കുറെ ഫെയിം കിട്ടി, നിങ്ങളെ പോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫാമിലിയും അങ്ങനെ അത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കൂടെ കിട്ടിയതാണ് ഈ ഒരു അസുഖം. കാരണം എപ്പോഴും ഇങ്ങനെ നമ്മൾ കുനിഞ്ഞിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോർമലി നമ്മളൊരു വീട്ടിൽ കുക്ക് ചെയ്യുന്നതിന്റെ 3 ഇരട്ടി ഞാൻ കുക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങൾക്കൊരു വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിപ്പി അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ട് വേണം നിങ്ങൾക്കത് റെസിപ്പി ആയിട്ട് വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള കുറെ പ്രിപ്പറേഷൻസ് നമ്മൾ പല തവണ ഉണ്ടാക്കി നോക്കേണ്ടി വരും. അങ്ങനെ 8 വർഷം കുരിഞ്ഞു കുക്ക് ചെയ്ത് ഇളക്കി കൈയും പോയി കഴുത്തും പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾക്ക് ഈ പെർഫെക്ഷൻ എന്ന് പറയില്ലേ, പെർഫെക്ഷനിസ്റ്റ് ആവണം, അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അമ്മമാര്, പ്രത്യേകിച്ചും സ്ത്രീകള്, പുരുഷന്മാരും ഈ മുഴുവൻ അറിയില്ല, സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പെയിൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കും. നമ്മളെ മക്കൾക്ക് വിഷമമാവണ്ട, അല്ലെങ്കിൽ ഭർത്താവിന് വിഷമമാവണ്ട, അല്ലെങ്കിൽ എപ്പോഴും വേദന എന്ന് പറഞ്ഞൊരു മോശം ഒരു ഫീലിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും അസുഖം എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേദന ഉണ്ടെങ്കിലും മാക്സിമം സഫർ ചെയ്തിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ പറയില്ലേ ഓൾ ഈസ് വെൽ, പക്ഷെ അത് വെറുതെ വേസ്റ്റാണ്. ഡോക്ടർ ചേട്ടൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല്, വേദന ഉണ്ടെങ്കിൽ പറയാ, പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാതെ മാറുന്ന ഓരോ വേദനകൾ സഫർ ചെയ്തിട്ട് അവസാനം ആ ലാസ്റ്റ് എഡ്ജിലായിരിക്കും നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. അപ്പൊ ആ സമയം കൊണ്ട് എന്തുണ്ടാവും, നമുക്ക് കിട്ടാനുള്ള എല്ലാ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ദയവേത് ഞാനിപ്പോ എന്റെ വീഡിയോ ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന അമ്മമാര്, അത് വർക്ക് ചെയ്യുന്നപ്പോ പ്രത്യേകിച്ചും IT ഡിപ്പാർട്ട്മെന്റിലൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവരോടൊക്കെ ഞാൻ പറയാനുള്ളത്, ഇങ്ങനെ ഇരുന്ന് കുറച്ചേരം ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ, അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം, കുറെ പറയാനുണ്ട്. അപ്പൊ ദയവേത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും ചിരിയും തമാശകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ബെഡിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു അവസ്ഥ, ഒരു കാര്യത്തിനും എല്ലാ കാര്യത്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി, എന്താ പറയുക, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതാണ്. ഇപ്പോൾ ചേട്ടൻ നമ്മുടെ വീട്ടില് ചേട്ടനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, നന്ദു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കെട്ടിയവനെ കിട്ടിയോണ്ട്. പക്ഷെ അതെല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. പിന്നെ വിശദമായിട്ടുള്ള ഈ പോസ്ചറും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതും അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ചേച്ചിക്ക് ഇപ്പോൾ ഇനി കുക്കിംഗ് വീഡിയോ ഒന്നും അടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യേണ്ടത്, അതായത് ഇതേപോലെ ഇരുന്ന് വർത്താനം പറയുന്ന ടോപ്പിക്കോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സജഷൻ പറയാ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ 8 വർഷമായിട്ട് എൻ്റെ കുഞ്ഞിനെ പോലെ നോക്കിക്കൊണ്ട് നടന്നതാണ് നമ്മുടെ ചാനൽ. ഇപ്പോൾ അത് ഇങ്ങനെ ഡെഡ് ആയിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അത് കാണുമ്പോഴും ഒരു സങ്കടം. പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ ചേച്ചീനെ ഓർമ്മ വരുമ്പോൾ ഒന്ന് വീണാസ് കറിവേലിൽ എടുത്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുക, കമന്റ് ഇടുക, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യം വരുമ്പോൾ വീണ്ടും ഇതിനേക്കാൾ ഉഷാറായിട്ട് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യും. പല റെസിപ്പീസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് റെസിപ്പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് വിഷു ആയിട്ട് എനിക്ക് ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ മറക്കരുത്. അപ്പൊ എന്ത് ടോപ്പിക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അടുത്ത ഭാവി വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങളുടെ സജഷൻസ് പറയാ. എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ചേച്ചി കുറച്ച് പേരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിരുന്നറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ എനിക്ക് ഇപ്പൊ ആവശ്യമാണ്. അപ്പൊ ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങൾ കണ്ടാൽ മാത്രമല്ല, അല്ലാണ്ട് ചേച്ചി ഇപ്പൊ ഇത്രയും വൈകാണ്ടിരുന്നിട്ട് വെറുതെ വീഡിയോ ഇരുന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത്രയും പെയിൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്റെ ചാനൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഇത്രയും ഇങ്ങോട്ട് വളർത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ ക്ലോസ് ചെയ്യാന്നുകൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകുന്നു. അപ്പൊ ശരി മക്കളെ, ടാറ്റ ബൈ.